നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ 2026 കാലെടുത്ത് വെക്കാൻ നിൽക്കുന്ന ഈ സമയത്ത് ഒരു ഹാപ്പി ന്യൂ ഇയർ എന്ന് കേരള ക്രിക്കറ്റിനോട്, കേരള ക്രിക്കറ്റ് പ്രേമികളോട് ഇതാ കേരള ക്രിക്കറ്റ് ടീം പറയുന്നു. അതിമനോഹരമായൊരു കളി, മനോഹരമായൊരു വിജയം. വിജയ് ഹസാരെ ട്രോഫിയിൽ ഇതാ കേരളം രാജസ്ഥാനോട് 2 വിക്കറ്റിന് വിജയിച്ചിരിക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ, ഒരു ത്രില്ലർ പോരാട്ടത്തിൽ കേരളത്തിൻ്റെ വിജയം വന്നിരിക്കുന്നു. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ നിശ്ചിത 50 ഓവറുകളിൽ 7 വിക്കറ്റിന് 343 എന്ന പടുകൂറ്റൻ റൺസ് അടിച്ചുയർത്തിയപ്പോൾ, മറുപടി ബാറ്റിങ്ങിൽ തുടക്കത്തിൽ തന്നെ നായകൻ രോഹനെസ് കുന്നുമ്മൽ ക്ലീൻ ബൗൾഡായി ആദ്യ പന്തിൽ ഗോൾഡൻ ഡക്കായിട്ട് മടങ്ങിയപ്പോൾ ഒട്ടും പതറാതെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി കൃഷ്ണപ്രസാദും ബാബ അപരാജിതും ചേർന്നുകൊണ്ട്. കൃഷ്ണപ്രസാദിൻ്റെ 50, ബാബ അപരാജിതിൻ്റെ സെഞ്ചുറി. പിന്നെ ഒടുവിൽ കളി കൈവിട്ടു എന്ന് തോന്നിച്ച സമയത്ത് എദൻ ആപ്പിൾ ടോമിൻ്റെ ബാറ്റിൽ നിന്ന് സിക്സറുകൾ തീമഴയായി വർഷിക്കുന്നു. വെറും 18 പന്തുകൾ, ഒരു 4ഉം 5 സിക്സറും അടക്കം 40 റൺസ് അടിച്ച് പുറത്താകാതെ നിന്ന് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി എദൻ ആപ്പിൾ ടോം. യെസ്, ഹീറോകൾ ഒരുമിച്ച് നിന്നപ്പോൾ കേരളത്തിന് അവിസ്മരണീയ വിജയമാണ് വിജയ് ഹസാരെ ട്രോഫിയിൽ ഉണ്ടായിരിക്കുന്നത്. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 343 എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി ഓപ്പണർ ആദിത്യ റാത്തോർ അടിച്ചത് 25 റൺസാണ്. ഒപ്പം തന്നെ മറുഭാഗത്തുണ്ടായിരുന്ന രാം ചൗഹാൻ്റെ സംഭാവന 15. എന്നാൽ ദീപക് ഹൂഡയും അതുപോലെ കരൺ ലാംബയുമാണ് അവരുടെ ഇന്നിങ്സിന് കരുത്തു പകർന്നത്. കരൺ ലാംബ പുറത്താകാതെ 131 പന്തിൽ 6 4ഉം 4 6ഉം അടക്കം 119 റൺസ് അടിച്ചപ്പോൾ ദീപക് ഹൂഡ 83 പന്തിൽ നിന്ന് 3 4ഉം 6 6ഉം അടക്കം 86 റൺസിൻ്റെ മികച്ചൊരു ഇന്നിങ്സും കളിച്ചു. ഒടുവിൽ അവർ 343 റൺസാണ് 50 ഓവറുകളിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചെടുത്തത്. കേരളത്തിന് വേണ്ടി ഷറഫുദ്ദീൻ 9 ഓവറിൽ 55 റൺസിന് 3 വിക്കറ്റ് എടുത്ത് മികച്ച ബൗളിംഗ് പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ, രോഹനെസ് കുന്നുമ്മൽ ഗോൾഡൻ ഡക്കായിട്ട് മടങ്ങി. പക്ഷേ 2ാം വിക്കറ്റ് കൂട്ടുകെട്ടുണ്ടല്ലോ, 155 റൺസിൻ്റെ കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയത്. അതാണ് കേരളത്തിൻ്റെ വിജയത്തിൻ്റെ അടിത്തറയായിട്ട് മാറിയത്. കൃഷ്ണപ്രസാദ് 61 പന്തുകൾ 3 4ഉം 2 6ഉം അടക്കം 53 റൺസ് അടിച്ചപ്പോൾ ബാബ അപരാജിത് 116 പന്തിൽ നിന്ന് 12 4ഉം 4 6ഉം അടക്കം 126 റൺസിൻ്റെ കിടിലൻ സെഞ്ചുറി അങ്ങ് നേടി. വിഷ്ണു വിനോദ് 28 റൺസ്, മുഹമ്മദ് അസറുദ്ദീൻ 28 അവരുടെ സംഭാവന നൽകി മടങ്ങിയപ്പോൾ ഷറഫുദ്ദീൻ 11, സൽമാൻ നിസാർ 18, അതുപോലെ തന്നെ അൻഗീത് ശർമ്മയുടെ ബാറ്റിൽ നിന്ന് 27 റൺസ്. അദ്ദേഹം റണ്ണൗട്ടായിപ്പോയി. എന്നാൽ കളി കേരളം കൈവിട്ടു എന്ന് തോന്നിച്ച ആ നിമിഷങ്ങളിലാണ് തീക്കാറ്റായി തീപ്പൊരിയായി എദൻ ആപ്പിൾ ടോമിൻ്റെ ബാറ്റ് ഗർജിച്ചത്. 18 പന്തുകൾ, ഒരു 4ഉം 5 6ഉം അടക്കം 40 റൺസിൻ്റെ കിടിലൻ ഇന്നിങ്സ് അദ്ദേഹം കളിച്ചപ്പോൾ കേരളം അസാധ്യം എന്നൊരു ഘട്ടത്തിൽ തോന്നിയത് സാധ്യമാക്കി തീർത്തു. 2 വിക്കറ്റിൻ്റെ ത്രില്ലർ വിജയം ഇതാ സ്വന്തമാക്കിയിരിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ കേരള ക്രിക്കറ്റ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.